നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ ബോംബെ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വിചിത്രമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ജംഗിൾ ബുക്കിലെ മൗഗ്ലി എന്ന കഥാപാത്രത്തെ അറിയാത്തതായി ആരും ഉണ്ടാവില്ല. എന്നാൽ റിയൽ ലൈഫിൽ ഒരു മൗഗ്ലി ഗേൾ ഉണ്ടായിരുന്നു. 2017 ഉത്തർപ്രദേശിലെ ബെഹ്റൈച്ച് ജില്ലയിലെ കട്ടർന്യാഗഡ് വന്യജീവി സങ്കേതത്തിലെ മോട്ടിപൂർ റേഞ്ചിൽ നിന്നുമാണ് ഈ കൊച്ചു പെൺകുട്ടിയെ കണ്ടെത്തിയത്. അന്ന് അവൾക്ക് 9 വയസ്സിനോടടുത്തായിരുന്നു പ്രായം. മനുഷ്യരുമായി ഒരു സഹവാസവുമില്ലായിരുന്ന ഈ പെൺകുട്ടി മൃഗങ്ങളെപ്പോലെ 4 കാലിലായിരുന്നു നടന്നിരുന്നത്. വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ മൃഗങ്ങളെപ്പോലെ നിലത്ത് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുകയും ഒച്ച ഉണ്ടാക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുമായിരുന്നു. അന്ന് ആ വനത്തിൽ വെച്ച് അവിടെയുള്ള നാട്ടുകാർ അവളെ കണ്ടെത്തുമ്പോൾ അവരെ കണ്ട് അവൾ ഭയന്ന് നിലവിളിച്ചു. അവളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സ്ഥലത്തെത്തുകയും വളരെ കരുതലോടെ അവളെ ഷെൽട്ടറിൽ എത്തിക്കുകയും ചെയ്തു. പരിശോധനകളിൽ അവൾക്ക് കടുത്ത മാനസിക വൈകല്യവും അപസ്മാരവും ഉണ്ടെന്ന് കണ്ടെത്തി. ഈ വൈകല്യങ്ങൾ ഉള്ളത് കൊണ്ടാവാം മാതാപിതാക്കൾ അവളെ കാട്ടിൽ ഉപേക്ഷിച്ചതെന്ന് നിഗമനം. ഈ നിഗമനം ശരിക്കും അങ്ങനെയാണെങ്കിൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം നമുക്ക് ചുറ്റും കേൾക്കുന്ന വാർത്ത അത്തരത്തിലുള്ളതാണ്. എത്ര കുഞ്ഞുങ്ങളെയാണ് സ്വന്തം മാതാപിതാക്കൾ തന്നെ കൊന്നുകളയുന്നത്. ഭാര്യയും ഭർത്താവും വഴക്കുകൂടിയാൽ പകരം കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുന്നു. കാമുകനുമൊത്ത് ജീവിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിയുന്നു. വളർത്താൻ വയ്യാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിനെ കൊല്ലാതെ വിട്ടുകൂടെ? എന്തായാലും നമ്മുടെ കാടിന്റെ പൊന്നോമനയായ ഈ പെൺകുട്ടിക്ക് ജംഗിൾ ബുക്കിലെ മൗഗ്ലിയുമായി സാമ്യമുള്ളത് കൊണ്ട് അവളെ എല്ലാവരും മൗഗ്ലി ഗേൾ എന്ന് വിളിച്ചു. പിന്നീട് ലക്നൌവിലുള്ള സർക്കാർ കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അവളെ മാറ്റിയപ്പോൾ എഹ്സാസ് എന്ന അവൾക്ക് പേരിട്ടു. 9 വർഷം അവിടെ കഴിഞ്ഞ എഹ്സാസ് എന്ന മൗഗ്ലി ഗേൾ ആ കാലയളവിൽ നിവർന്ന് നടക്കാനും വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും തന്റെ ചുറ്റുമുള്ള ആളുകളെ തിരിച്ചറിയാനും പഠിച്ചു. എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി കഴിയുമ്പോഴാണ് ആരോഗ്യസ്ഥിതി വഷളാകുന്നത്. ചികിത്സയിൽ ഇരിക്കെ രക്തത്തിലുള്ള ഓക്സിജന്റെ അളവ് 40% കുറഞ്ഞതോടെ ജീവൻ രക്ഷിക്കാനായില്ല. 18ാമത്തെ വയസ്സിൽ എല്ലാവരുടെയും പൊന്നോമനയായ കാടിന്റെ മകൾ മൗഗ്ലി ഗേൾ ഈ ലോകത്ത് നിന്നും വിടവാങ്ങി. 2017 അവളെ കണ്ടെത്തിയപ്പോൾ അവളിൽ കണ്ട ഭയമല്ല മരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ടത്, മറിച്ച് ഈ ലോകത്തിന്റെ സൗന്ദര്യമാണ്. നന്ദി.